ഹലോ ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മട്ടൺ റാൻ കൊണ്ടുള്ളൊരു റോസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പെരുന്നാളോ ക്രിസ്മസോ അതുപോലെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പാർട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം തന്നെ പറയാം ഈ മട്ടൺ റാൻ കൊണ്ടുള്ള റോസ്റ്റ്. ഇത് കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കും നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. മട്ടൻ്റെ റാന് ഫുള്ളായിട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ എനിക്കിവിടെ കിട്ടിയത് കുറച്ച് മൂത്ത മട്ടനാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ കാലിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഭാഗം 2 സൈഡിൽ നിന്ന് കുറച്ച് ഇറച്ചി എടുത്തിട്ട് ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് വെന്ത് കിട്ടില്ല, പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ റാൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇളയ മട്ടൻ്റെ കാലാണ് കേട്ടോ. അത് കിട്ടാൻ ഞാൻ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. സാധാരണയായിട്ട് ഞാൻ അങ്ങനെ ഇളയ മട്ടൻ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് മൂത്തതാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് തന്നെ ഒന്ന് പറഞ്ഞു തരും ചെയ്യാമല്ലോ, മൂത്ത മട്ടൻ കിട്ടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്കിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഞാൻ പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് വേണ്ട ആവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂണോളം വിനെഗർ, അതായത് സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ മട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഉപ്പും കുരുമുളക് പൊടിയും സുർക്കയും ഒക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. എങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് എത്തുള്ളൂ. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് മസാല ഇത് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഒന്ന് ഇറങ്ങണം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാരണം അരമണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല പുളിയും ഉപ്പൊക്കെ ഒന്ന് പിടിച്ചോളും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടൊരു മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്താണ് മിക്സിയിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ച് വലിപ്പമുള്ള പീസുള്ളൊരു ഇഞ്ചിയും എടുത്താൽ മതി. ഈ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടുണ്ട് അരിഞ്ഞോളും. എൻ്റെ അടുത്ത് പേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പേസ്റ്റ് എടുത്തത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തൈരും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് പച്ചമല്ലിയാണ് വേണ്ടത്. പച്ചമല്ലി നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മല്ലി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കരുത്, പച്ചമല്ലി തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇതിലോട്ട് ഞാൻ എടുക്കുന്നത് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. മീറ്റ് മസാല നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്കിതിലോട്ട് കുറച്ച് നല്ല ജീരകം പൊടിച്ചതാണ്, പെരുംജീരകമല്ല ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് വേണ്ട മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് കളർ ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല, ഈ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ മട്ടനിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്. അപ്പോൾ ഉപ്പിടുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ഈ മട്ടന് ഞാനൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. കാരണം ഇതിലൊക്കെ നമ്മൾ സുർക്കൊക്കെ ഒഴിച്ചല്ല, അപ്പോൾ ആ വെള്ളവും മട്ടൻ ഇറങ്ങിയ വെള്ളവും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാം കൂടി ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് കാലൊക്കെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലും വലിയ പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നോക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പ് പാകമാണെന്ന് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം തന്നെ ഉപ്പൊക്കെ ഒന്ന് പാകാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഉപ്പൊക്കെ നല്ല പാകമാണ്. ഇനി നമുക്കിത് 2 മണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊരു പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇളയ മട്ടനാണെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സാധാ പാനിൽ തന്നെ വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല മൂത്ത മട്ടനാണ്, നല്ല വേവുള്ള മട്ടനാണ്. അതുകൊണ്ട് തന്നെ ഞാനിത്
പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 മണിക്കൂറല്ല, നിങ്ങൾക്ക് 3 മണിക്കൂറോ 4 മണിക്കൂറോ വെക്കാം. മിനിമം 2 മണിക്കൂർ വെച്ചാൽ മതി. അത് കൂടുതൽ 4 മണിക്കൂർ കൂടുതൽ വെക്കണ്ട. മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അതിൽ കുറവ് വെക്കാൻ പാടില്ല. ഇനി ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നല്ല ചൂടായ പ്രഷർ കുക്കറിലോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. അപ്പോൾ വലിയൊരു കുക്കർ തന്നെ എടുക്കുക. അതിൻ്റെ കാലിൻ്റെ പുറത്താണ് കുറച്ച്, പക്ഷേ ഞാൻ അടപ്പ് വെച്ചപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് അടച്ച് വെച്ചതിന് ശേഷം കുറച്ചൊന്ന് ഒരു 2 മിനിറ്റ് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചത്. ഒരു 3/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനൊരു ഗ്രിൽ പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൽ നിന്ന് നമ്മൾ മട്ടൻ്റെ റാൻ എടുത്തിട്ട് നമുക്ക് ഈ ഗ്രിൽ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കണം. ഞാൻ കുക്കർ തുറന്നപ്പോൾ കാണിച്ചു തരാൻ വിട്ടുപോയി. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ കുക്കറിൽ നിന്ന് തന്നെയാണ് വറ്റിച്ചെടുത്തതാണ്. കൂടുതലായിട്ടൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 3/4 മണിക്കൂർ വെച്ചതല്ലേ, അപ്പോൾ അത് വെള്ളമൊക്കെ അതിൽ തന്നെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് വെള്ളം ഉള്ളത് ഞാൻ ആ കുക്കറിൽ തന്നെ വറ്റിച്ചെടുത്തതാണ്. അതിന് ശേഷം വെള്ളമൊക്കെ നല്ല വറ്റിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ഗ്രിൽ പാനിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് വെള്ളം അതിൽ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് കുക്കറിൽ വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. അതിന് ശേഷം ഗ്രിൽ പാനിലോട്ട് മാറ്റിയാൽ മതി. ഇനി നമുക്കിതൊരു അരമണിക്കൂർ വെച്ചിട്ടൊന്ന് ഈ ഗ്രിൽ പാനിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ മട്ടൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ഒരു പുറംഭാഗം നല്ലൊരു കുറച്ച് ക്രിസ്പി പോലെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന വേണം. അപ്പോൾ നമ്മൾ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടും പുറത്ത് നല്ലൊരു കുറച്ചൊരു ക്രിസ്പി ആയിട്ടും ഇരിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മട്ടന്. ഇനിയിപ്പോൾ നിങ്ങൾ മട്ടൻ്റെ റാൻ ഇതുപോലെ ഇളയ മട്ടന് ഫുള്ളായിട്ട് വേവിക്കുകയാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്യേണ്ടെന്ന് മാത്രം. ഞാൻ ഇത് ഇടയ്ക്കൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു മട്ടൺ റാൻ ഈ ക്രിസ്മസിന് എല്ലാവരും തയ്യാറാക്കി നോക്കുക. ക്രിസ്മസ് എന്നല്ല, നമ്മളെ വീട്ടിലൊരു ചെറിയ പാർട്ടി ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മട്ടൺ റാൻ ഫുള്ളായിട്ട് വെക്കണമെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് സെർവ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി നല്ല ജോറാവും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.